ഓരോ ദിവസം കഴിയുന്തോറും ഓരോ താരങ്ങളുടെയും പൊയ്മുഖം അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നു. ഞെട്ടുകയാണ് കേരളം. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മലയാളി ആകെ സ്വൈരക്കേടിലാണ്. ഒരു ഞെട്ടിത്തെരിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ പോലും ഇത്രയധികം മലയാളി ഞെട്ടിയെന്നോ സങ്കടപ്പെട്ടുവെന്നോ വിഷമിച്ചോ ആകാംക്ഷയോടെ ഇരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഒരു ഹേമ കമ്മിറ്റി ഉണ്ടാക്കിയ പുകിലൊന്ന് നോക്കണേ. എല്ലാവർക്കും ഇപ്പോൾ അറിയണം ആരൊക്കെയാണ് ഇതിൽ പെട്ടിരിക്കണമെന്ന്. ഏതിലെ സിനിമാ വ്യവസായത്തിലെ പ്രശ്നങ്ങളുടെ കാര്യത്തിലല്ല, ഈ റിപ്പോർട്ടിൽ ഏതൊക്കെ മഹാന്മാരുടെ പേരുള്ളതെന്ന് അറിയാനാണ് മലയാളി ഇങ്ങനെ ഓരോ ന്യൂസും കാണുന്നത്. ചാനൽ അങ്ങോട്ട് തുറക്കാൻ പറ്റില്ല നമുക്ക്. ഈ കുട്ടികളൊക്കെ ഉള്ളിടത്താണെങ്കിൽ ആ ചാനലുകളൊക്കെ പൂട്ടി വെക്കണതാട്ടോ നല്ലത്. ഇവർ എല്ലായിടത്തും ചെന്ന് ചോദിക്കണത് ഇത് പൂറ്റി വെച്ചു, ആ ലിസ്റ്റിലുള്ളവരാരാണ്, അവരുടെ പേരറിയണം, ഏതൊക്കെ മഹാന്മാരുള്ളത്, ആരൊക്കെ താരങ്ങളുടെ പൊയ്മുഖമാണ് അഴിഞ്ഞു വീഴുക, അതൊക്കെ അറിയാനായിട്ട് മലയാളി നെട്ടോട്ടം ഓടുകയാണ് കേട്ടോ. നമ്മൾ കാണാത്തതും കേൾക്കാത്തതുമായ പലരും വന്നിട്ട് ഇപ്പോൾ ഓരോ അനുഭവ കഥകൾ ഇങ്ങനെ പറയുകയാണ്. ഈ ഇക്കിളിക്കഥകൾ കേൾക്കാൻ നമുക്ക് വലിയ ഇഷ്ടമാണല്ലോ. ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാലും വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഈ വക കഥകൾ ഇങ്ങനെ കേൾക്കാൻ നമ്മൾ കാതോർത്തിരിക്കും. അത് മലയാളിക്ക് എന്നല്ല എല്ലാവർക്കും ഹരമാണ്. സിനിമ നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ, കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മുടെ വിചാരം. ചെറുപ്പകാലം മുതലേ കേൾക്കുന്നതാണ് സിനിമാ ലോകത്ത് നടക്കുന്ന ഈ കഥകളുടെയൊക്കെ പിന്നാമ്പുറ കഥകളൊക്കെ. പലരും ഈ നാനയ്ക്കുള്ള ഒരു കാലത്തെ, ഈ മൊബൈലൊന്നും വരുന്നതിന് മുമ്പ് ഈ നാനയിലൊക്കെ ഇതൊക്കെ വന്നുകൊണ്ടിരുന്നതാണ് പലതും. അങ്ങനെ ഇത് നാട് മുഴുവൻ പാട്ടാണ്. ഇന്നോ ഇന്നലെ തുടങ്ങിയതാണോ തൊഴിലെടുത്ത് സ്ത്രീകൾ അനുഭവിക്കുന്നത്? ജന്മിത്തത്തിൻ്റെ കാലം മുതൽ തന്നെ ഈ അടിമകളെ കൊണ്ടും ഈ വക പണികളൊക്കെ തന്നെ ചെയ്യിപ്പിച്ചിരുന്നത്. അതിനൊക്കെ പോരാടി ഇന്ന് നമ്മൾ ഈ നിലയ്ക്ക് എത്തി. ഇന്നും ആ പോരാട്ടം തുടരുന്നു. ഈ കാലഘട്ടത്തിൽ പോലും തുറന്നു പറയാനും അതിനെ നേരിട്ട് എതിർക്കാനും അപൂർവം ചില വ്യക്തിത്വങ്ങൾക്ക് മാത്രമേ കഴിയുന്നുള്ളൂ. അവർ വന്ന് പറയുന്നുണ്ട്, ഞങ്ങളെ അതിജീവിത എന്ന് വിളിക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞ് നേരിട്ട് വന്ന് പറയുന്നുണ്ട്. അപ്പോൾ പോയി കേസ് കൊടുക്കണം, പോലീസിൽ പോയി പരാതി കൊടുക്കണം. തനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ധൈര്യപൂർവ്വം നേരിടണം. അത് ഏത് വമ്പനോട്ടെ, അവനെ പിടിച്ച് ജയിലിലിടാലോ, ആരും ഒന്നും പുറത്തറിയാനും പാടില്ല, ഇതെല്ലാവരും ശിക്ഷിക്കപ്പെടും വേണം എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. അതൊക്കെ നമ്മുടെ നിയമങ്ങളൊക്കെ ചില പ്രൊട്ടക്ഷനൊക്കെ പറയുന്നുണ്ടായിരിക്കും, രഹസ്യമാക്കി വെക്കണം, പേര് വെളിപ്പെടുത്താൻ പാടില്ല എന്ന്. അതിനെയും മറികടക്കാൻ കഴിയണം. ആ തൻ്റെ ഇടത്തോടു കൂടെ വന്ന് തനിക്ക് ഈ അനുഭവം ഉണ്ടായി എന്നും ഇന്ന ആളാണ് ഇതിന് കാരണക്കാരനാണെന്നും അയാളെ ശിക്ഷിക്കണമെന്നും ഉറക്കെ വിളിച്ച് പറഞ്ഞാൽ ഇതിനൊരു അറുതി വരും. ആണും പെണ്ണും ഉള്ളിടത്തോളം കാലം ഇതെല്ലാം നടന്നുകൊണ്ടേയിരിക്കാനാണ് സാധ്യത. കാലഘട്ടത്തിനനുസരിച്ചുള്ള അതിൻ്റെ സ്വഭാവം മാറുന്നു മാത്രം. ഓരോ കാലഘട്ടത്തിനും ഓരോ വിധത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഇത് നടക്കുന്നുണ്ട്. ഒരു സിനിമാ ലോകത്ത് മാത്രം അവസാനിക്കുന്നതല്ല ഈ കാര്യം എന്നുള്ളത്. സിനിമയാകുമ്പോൾ നമുക്കത് കേൾക്കാനും, കാരണം നമ്മൾ അറിയുന്ന മുഖങ്ങളാണല്ലോ, ജനകീയ മുഖങ്ങളാണ്, വെള്ളിത്തിരയിൽ നടക്കുന്നതാണ്. അപ്പോൾ അവിടെ നടക്കുന്ന ഈ താരരാജാക്കന്മാരും അല്ലെങ്കിൽ താരറാണിമാരും എല്ലാം ഉൾക്കൊള്ളുന്ന ആ ഒരു സമൂഹത്തിൽ അറിയാൻ എന്താണുള്ള ജിജ്ഞാസയുണ്ട്. അത് ഈ മീഡിയാസിനുണ്ട്. അവർക്കിപ്പോൾ ഇവരെയൊക്കെ ഒന്ന് കിട്ടിയാൽ അവർക്കത് കൊണ്ടാടാം. ഒരു മാസത്തേക്കുള്ള സ്കോപ്പായി. ഇപ്പം നോക്കൂ, വയനാട്ടിലെ ദുരന്തം അവർ കാണിക്കുന്നില്ല. അവിടെ കർണാടകയിലെ ഷിരൂരിൽ കാണാതായ അർജുനെ പറ്റി ഇവർക്ക് വേവലാതിയില്ല. അതൊക്കെ മറന്നുപോയി. ആ മനുഷ്യൻ്റെ ശരീരം പോലും കിട്ടിയിട്ടില്ല. അതിനെപ്പറ്റി ഒരു ദുഃഖവും ഇവർക്ക് ആർക്കുമില്ല. ഇപ്പോൾ വേണ്ടത് ഈ നടന്മാരാരൊക്കെയാണ്, താരരാജക്കന്മാരുടെ പേരുകളെ ഈ ഇതിനകത്ത് ലിസ്റ്റിലുണ്ടെങ്കിൽ അതൊന്ന് പുറത്തു വിടണം ഗവൺമെൻറ്. അങ്ങനെ ഈ ഗവൺമെൻറ്റിനെയൊക്കെ ഒന്ന് അറ്റാക്ക് ചെയ്ത് ഈ തന്നെ എല്ലാം നാറ്റിച്ചു വിട്ടാൽ ഗംഭീരായി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഈ സമൂഹത്തിനുണ്ട്. എല്ലാവരും പുറത്തു വന്ന് സധൈര്യം ഏത് വമ്പന്മാരാണെങ്കിലും അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടങ്ങ് ജയിലിലടക്കുക. അത് മാത്രമാണ് അതിനൊരു വഴിയുള്ളത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ കമൻറ്റുകളും ഈ കമൻറ്റ് ബോക്സിൽ നിറയട്ടെ. നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്യുക.